ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സം ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ അക്കൗണ്ടിങ് എന്നുള്ളതൊക്കെ കുട്ടികൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് ക്യാപിറ്റൽ, എന്താണ് ലയബിലിറ്റി, then അതുപോലെ തന്നെ സ്റ്റോക്ക് എന്താണ്, ഇൻവെൻട്രി എന്താണ്, പർച്ചേസ് എന്താണ്, സെയിൽസ് എന്താണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞൊരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. അതിനേക്കാൾ അത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നൊരു പ്രൈമറി ആയിട്ടുള്ള കാര്യമാണ്. ദെൻ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ എത്ര ടൈപ്പുകളുണ്ട്. അതിൽ നമ്മൾ പഠിച്ചു ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഉണ്ട്, നോൺ ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ട്. അതിലെ നോൺ ക്യാഷ് അവിടെ നിൽക്കട്ടെ, ബാക്കി രണ്ട് ഐറ്റംസ് ഉണ്ട്. എന്താണ്, ക്യാഷ് ട്രാൻസാക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് ട്രാൻസാക്ഷനും ഉണ്ട്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് ക്രെഡിറ്റ് ആണോ, ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒന്നുകൂടി വളരെ സിമ്പിളായിട്ട് അത് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പാർട്ടിയുടെയോ പേഴ്സൻ്റെയോ പേര് പറയുകയോ അല്ലെങ്കിൽ പാർട്ടിയുടെയോ പേഴ്സൻ്റെയോ പേര് പറയുകയും ക്യാഷിൻ്റെ കാര്യം മെൻഷൻ ചെയ്യാതിരിക്കുകയും ചെയ്താൽ അതെന്താണ്, ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. അതേസമയം പാർട്ടിയുടെ പേര് പറയാതെ ഒരു ട്രാൻസാക്ഷൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അതെന്താണ്, ക്യാഷ് ട്രാൻസാക്ഷനാണ്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് എന്ന് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്, അപ്പോൾ അതെന്തായിരിക്കും, അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ക്യാഷ് മെൻഷൻ ചെയ്യാതെ പാർട്ടിയുടെ പേര്, പേഴ്സൻ്റെ പേര് പറഞ്ഞാൽ അത് ക്രെഡിറ്റാണ്. ഇനി പാർട്ടിയുടെ പേര് പറയാതെ ക്യാഷ് മെൻഷൻ ചെയ്യാതെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, പർച്ചേസസ് മെയ്ഡ് ഫോർ ₹5,000 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 5,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. അവിടെ പാർട്ടിയുടെ പേരില്ല, അപ്പോൾ അതെന്തായിരിക്കും, അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. അതുപോലെ തന്നെ ഇംപ്ലൈഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. റെൻറ്റ് പെയ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്. അപ്പോൾ ഇവിടെയൊന്നും എന്താണ് ക്യാഷ് ആണെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല, അത് ഇംപ്ലൈഡ് ആണ്. റെൻറ്റ് പേ ചെയ്തിട്ടുണ്ട്, കമ്മീഷൻ റിസീവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പഠിച്ചത് അക്കൗണ്ടിങ് ഇക്വേഷനാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഇക്വേഷൻ പറഞ്ഞു തുടങ്ങാം. മറ്റ് എക്സ്പ്ലനേഷൻസൊക്കെ ആ ക്ലാസ്സിൽ തന്നിട്ടുള്ളതാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ആസറ്റ്സ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി. ആസറ്റ്സ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ദർ ആർ എന്താണ്, മെയിൻലി 2 ടൈപ്സ് ഓഫ് എന്താണ് ഇക്വിറ്റീസ്. ദാറ്റ് ഈസ് ഓണേഴ്സ് ഇക്വിറ്റി ആൻഡ് എന്താണ് ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി. ഓണേഴ്സ് ഇക്വിറ്റിയെ, ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓണറുടെ ഇക്വിറ്റി, ഓണറുടെ അസറ്റിൻ്റെ മുകളിലുള്ള അവകാശം, അതാണ് പറയുന്നത്. ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ്, ക്യാപിറ്റലാണ്. ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എന്തായിട്ട് പറയും, ലയബിലിറ്റീസ് എന്ന് പറയും. അപ്പോൾ വീണ്ടും നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടി ചേഞ്ച് വരുത്താം. ആസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി, ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. ആസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. ദെൻ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ആസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്. ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇക്വേഷൻസ് മാറ്റിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ പ്രൈമറി ആയിട്ടുള്ളൊരു അക്കൗണ്ടിങ് ഇക്വേഷൻ പറഞ്ഞു, ആസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ഓർ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ ട്രാൻസാക്ഷനും ഇതിലൊരു മാറ്റവും വരത്തില്ല. അതിനുവേണ്ടി നമ്മൾ 1, 2, 3 എക്സാമ്പിൾസ് അവിടെ വർക്ക് ചെയ്തു. കാരണം ഒരു ട്രാൻസാക്ഷൻ, അമൽ സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് ₹2 lakhs. അമൽ 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു.
അവിടെ അമൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു. അപ്പോൾ അസറ്റ് സൈഡിൽ എന്തുണ്ട്? ക്യാഷ് ഉണ്ട്. അതേസമയം അമലിൻ്റെ ക്യാപിറ്റലാണ് 2 lakh. ബിസിനസ്സിനെ സംബന്ധിച്ച് അമലിന് ക്യാപിറ്റൽ 2 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അത് ലയബിലിറ്റിയാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ച് ലയബിലിറ്റിയാണ്. അപ്പോൾ അവിടെ എന്ത് വന്നു? അസറ്റ് ക്യാഷ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. അടുത്തത് ആ ക്യാപിറ്റൽ വെച്ച് തന്നെ, അല്ലെങ്കിൽ എന്താണ്, ആ ക്യാഷ് 2 ലക്ഷം രൂപയ്ക്ക് അയാളൊരു മെഷീനറി വാങ്ങി. 1 ലക്ഷം രൂപയുടെ മെഷീനറി വാങ്ങി. അപ്പോൾ 1 ലക്ഷം രൂപയുടെ മെഷീനറി വാങ്ങി എന്ന് പറയുമ്പോൾ ക്യാഷിൽ നിന്ന് 1 ലക്ഷം പോയി. 1 ലക്ഷത്തിന് നമുക്ക് എന്ത് വന്നു? മെഷീനറി വന്നു. അപ്പോൾ അടുത്തത് എന്താണ്? അസറ്റിന് പകരം നമ്മൾ എന്ത് പറയുന്നു? ക്യാഷ് 1 lakh പ്ലസ് മെഷീനറി 1 lakh ഈസ് ഈക്വൽ ടു ലയബിലിറ്റി എന്താണ്? ക്യാപിറ്റൽ. നെക്സ്റ്റ് ഡേ അയാൾ എന്ത് ചെയ്തു? നിഖിൽ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് 50,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ എന്താ പറഞ്ഞത്? പർച്ചേസ്ഡ് ഫ്രം നിഖിൽ ഫോർ ₹50,000. നിഖിലിൻ്റെ കയ്യിൽ നിന്ന് 50,000 രൂപയ്ക്കുള്ള പർച്ചേസസ് നടത്തി. അപ്പോൾ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. കാരണം എന്താ? നിഖിൽ എന്നുള്ള പേര് വന്നു, ക്യാഷ് എന്നുള്ള ഒരു കാര്യം അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് 50,000 രൂപയുടെ ഗുഡ്സ് സ്റ്റോക്കായിട്ട് വന്നു. അതേസമയം ലയബിലിറ്റിയിൽ എന്ത് വന്നു? ക്രെഡിറ്റർ വന്നു. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ വീണ്ടും എന്താണ്? 1 lakh എന്താണ്? ക്യാഷ് ഉണ്ട് പ്ലസ് 1 lakhൻ്റെ മെഷീനറി ഉണ്ട്. അപ്പോൾ ക്യാഷ് പ്ലസ് മെഷീനറി പ്ലസ് 50,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ക്യാഷ് പ്ലസ് മെഷീനറി പ്ലസ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ക്രെഡിറ്റേഴ്സ്. ഇങ്ങനെ നടക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന ഓരോ ഇവൻറ്റും ഓരോ ട്രാൻസാക്ഷനും ഡ്യുവൽ ആസ്പെക്റ്റിൽ വരുന്നു. അതുകൊണ്ട് നമുക്കൊരിക്കലും എന്ത് വ്യത്യാസം വരുന്നില്ല? നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷനിൽ മാറ്റം വരുന്നില്ല. എത്രയൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നാലും അസറ്റ്സ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള എന്താണ് ഇക്വേഷൻ്റെ മുകളിൽ ഒരുപാട് പ്ലസ്സുകൾ വരുമെങ്കിലും അതിലൊരു മാറ്റം വരില്ല, അതിലൊരു ചേഞ്ച് വരില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള എക്സാമ്പിൾസൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടതുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താണ്? ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു. ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? പേരിൽ തന്നെ ഡബിൾ എന്നുള്ളൊരു കാര്യം വന്നിട്ടുണ്ട് അല്ലേ? ഡ്യുവൽ ആസ്പെക്ട് നമുക്കറിയാം. എവറി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് 2 effects or 2 aspects അല്ലേ? എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റുകളുണ്ട്. ഒന്ന് എന്താണ്? ഗിവിങ് ആസ്പെക്റ്റും മറ്റൊന്ന് റിസീവിങ് ആസ്പെക്റ്റും. അപ്പോൾ ഈ 2 ആസ്പെക്റ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഓരോ അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ട്രാൻസാക്ഷനെ 2 ആസ്പെക്റ്റ് വെച്ച് റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ട്രാൻസാക്ഷനെ 2 ആസ്പെക്റ്റ് വെച്ച് ഡ്യുവൽ ആസ്പെക്റ്റിൽ റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി നമുക്ക് ഈ ക്ലാസ്സിലേക്ക് നോക്കാം. ഇന്ന് എടുക്കേണ്ട ടോപ്പിക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് പറയാവുന്നൊരു കാര്യം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 ആസ്പെക്റ്റ് ആണുള്ളത്. ഒന്ന് റിസീവിങ് ആസ്പെക്റ്റും മറ്റൊന്ന് ഗിവിങ് ആസ്പെക്റ്റും. റിസീവിങ് ആസ്പെക്റ്റിനെ നമ്മൾ ഡെബിറ്റ് എന്നും ഗിവിങ് ആസ്പെക്റ്റിനെ നമ്മൾ ക്രെഡിറ്റ് എന്നും സാധാരണ പറയപ്പെടുന്നു എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി അക്കൗണ്ടിങ് ഇക്വേഷനൊക്കെ കഴിഞ്ഞു. അക്കൗണ്ടിങ് ഇക്വേഷൻ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തു നമ്മൾ. ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു നിർത്തിയത് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. മനസ്സിലായല്ലോ? എന്താണ് അക്കൗണ്ട്? അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? എന്താണ് സമ്മറൈസ് ചെയ്യുന്ന
ഡീറ്റെയിൽസ് എഴുതുന്ന, അല്ലെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് ദ സ്റ്റെപ്പ് ഓഫ് പ്രിപ്പയറിങ് എ സെപ്പറേറ്റ് റെക്കോർഡ് ഓഫ് എന്താണ് ഈച്ച് ഇൻഡിവിജ്വൽ ഐറ്റംസ് ലൈക്ക് അസറ്റ്സ്, ലയബിലിറ്റീസ്, എക്സ്പെൻസസ്, ഇൻകംസ്, ഇക്വിറ്റീസ് എക്സെട്ര. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, അക്കൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ഇന്ന് നമുക്ക് തുടങ്ങേണ്ടുന്ന ഐറ്റം എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. എങ്ങനെയാണ് അക്കൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്യാം? ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്, പിന്നെ നമ്മൾ നേരത്തെ കുറേ ഐറ്റംസ് പഠിച്ചു. അതായത് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത് എന്താണ്, അസറ്റ്സ് പഠിച്ചു, ലയബിലിറ്റീസ് പഠിച്ചു, ക്യാപിറ്റൽ എന്താണെന്ന് പഠിച്ചു, സ്റ്റോക്ക് എന്താണെന്ന് പഠിച്ചു, ഇൻകം എന്താണെന്ന് പഠിച്ചു, എക്സ്പെൻസ് എന്താണെന്ന് പഠിച്ചു, റവന്യൂ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ അവിടെ ആ പഠിച്ചതിൽ കോമൺ ആയിട്ട് ചില വലിയ കാറ്റഗറീസ് വരുന്നുണ്ട്. അസറ്റ്സ് വരുന്നുണ്ട്, ലയബിലിറ്റീസ് വരുന്നുണ്ട്, എക്സ്പെൻസ് വരുന്നുണ്ട്, റവന്യൂസ് വരുന്നുണ്ട്, ക്യാപിറ്റൽ വരുന്നുണ്ട്, അല്ലേ? ഇതിനെയാണ് നമുക്ക് ആദ്യത്തെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുക. ലൈക്ക് എന്താണ്, എന്തൊക്കെയാണ്, ദ അക്കൗണ്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു എന്താണ്, ഫോളോയിങ് 5 കാറ്റഗറീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 5 കാറ്റഗറി ആയിട്ട് അക്കൗണ്ടുകളെ നമുക്ക് തിരിക്കാം. അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടാണ്. എന്താണ്, അസറ്റ് അക്കൗണ്ട്, ലയബിലിറ്റീസ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, റവന്യൂ അക്കൗണ്ട്, ദെൻ എക്സ്പെൻസ് അക്കൗണ്ട്, ഇങ്ങനെ തിരിക്കാം. ഇനി അത് മാത്രമല്ല, അതൊരു ഓർഡിനറി എന്താണ് കാറ്റഗറൈസേഷനാണ്. അത് മാത്രമല്ല, ദി അക്കൗണ്ട് ക്യാൻ ഓൾസോ ബി ക്ലാസിഫൈഡ് ഇൻ എ ഡിഫറെൻറ്റ് മാനർ. അക്കൗണ്ടിനെ വേറെ രീതിയിൽ കൂടി ക്ലാസിഫൈ ചെയ്യാം. എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കൂടി അക്കൗണ്ടുകൾ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ആ രീതിയിൽ ക്ലാസിഫൈ ചെയ്താലാണ് നമുക്ക് അക്കൗണ്ടൻസി പഠിക്കാനും വർക്ക് ചെയ്യാനും കുറച്ചുകൂടി ഈസി ആയിട്ട് വരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അക്കൗണ്ടുകളെ തരംതിരിക്കുന്നു. ഒന്നാമത്തെ ടൈപ്പ് അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട്, ദീസ് ആർ ദ അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ബിസിനസ്. ഈ റിയൽ എന്ന് പറയുന്നത് അസറ്റ്സും പ്രോപ്പർട്ടീസും ഒക്കെയുള്ള, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ക്യാഷ് അക്കൗണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, മെഷീനറി അക്കൗണ്ട്. അപ്പോൾ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അസറ്റ്സും പ്രോപ്പർട്ടീസിൻ്റെ ഒക്കെ അക്കൗണ്ടുകളെയാണ്, അല്ലെങ്കിൽ അസറ്റ്സുമായിട്ടും പ്രോപ്പർട്ടീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അക്കൗണ്ടുകളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട്, മെഷീനറി അക്കൗണ്ട്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ വരുന്ന ഒരുവിധം എല്ലാ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സും എന്ത് തന്നെയാണ്, റിയൽ അക്കൗണ്ടാണ്, അല്ലേ? വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2 പേഴ്സണൽ അക്കൗണ്ട്സ്. പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്. എന്താണ്, ദീസ് ആർ ദ അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു പേഴ്സൺസ് വിത്ത് ഹൂം ബിസിനസ് ഡീൽസ്. മനസ്സിലായല്ലോ? നമ്മൾ ഡീൽ ചെയ്യുന്ന, ബിസിനസ്സിൽ ഡീൽ ചെയ്യുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകളെയാണ് പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. വ്യക്തികളായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പേരുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടാണോ അത് പേഴ്സണൽ അക്കൗണ്ടാണ്. മനസ്സിലായല്ലോ? ഇനി പേരുമായിട്ട്, വ്യക്തികളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകളെ തന്നെ നമുക്ക് തരംതിരിക്കാം. ഒന്ന്, എ പോയിൻ്റ്. ഇത് രണ്ടാമത്തെ പോയിൻ്റാണല്ലോ. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ അക്കൗണ്ട് എന്നുള്ള രീതിയിലാണ്, വ്യക്തിപരമായ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. സ്വാഭാവികമായിട്ടും അത് വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ നമുക്ക് പല രീതിയിൽ ഡിവൈഡ് ചെയ്യാം. എ പോയിൻ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ പേഴ്സൺസ് അക്കൗണ്ട്. നാച്ചുറൽ പേഴ്സൺസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ പേഴ്സൺ എന്ന് പറയുന്നത് നമ്മളെ മനുഷ്യന്മാരുടെ പേരിലുള്ള അക്കൗണ്ടുകൾ. ഇപ്പോൾ നമ്മൾ പറയില്ലേ, എന്താണ് ഇതിൽ നമുക്ക് പറയുന്നത് എന്താണ്, സജീവ്സ് അക്കൗണ്ട്, ലാൽസ് അക്കൗണ്ട്, മുസ്തഫാസ് അക്കൗണ്ട്, ഓരോരുത്തരുടെ പേരിലുള്ള അക്കൗണ്ടുകൾ. മനസ്സിലായല്ലോ? നമുക്ക് റെൻ്റ് ഒരാൾ തന്നത് മുസ്തഫയാണ്. അപ്പോൾ മുസ്തഫാസ് അക്കൗണ്ട്, മുസ്തഫയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള റെൻ്റാണ് എന്നുള്ള രീതിയിൽ നമുക്ക് റെൻ്റ് അക്കൗണ്ടിലാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്ന പേര് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ആണെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര്, അപ്പോൾ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് എന്താണ്? പേഴ്സണൽ അക്കൗണ്ടാണ്. അത് ഏത് ഗണത്തിലാണ് പെടുന്നത്? നാച്ചുറൽ പേഴ്സൺസ് അക്കൗണ്ട്. ബി പോയിൻ്റ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് അക്കൗണ്ട്. ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് അക്കൗണ്ട് എന്ന് പറയുന്നത്
ഒരു ഫേമിൻ്റെ പേരിൽ ഉള്ള അക്കൗണ്ട്. ഇപ്പോൾ A&B ലിമിറ്റഡ് അക്കൗണ്ട്, XY ലിമിറ്റഡ് അക്കൗണ്ട്, ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങളുടെ പേരിലുള്ള അക്കൗണ്ടിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് വരാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരാം, യൂണിവേഴ്സിറ്റി, കോളേജ്, സ്ഥാപനങ്ങൾ ഒക്കെ അതിൻ്റെ കീഴിൽ വരാം. ബിസിനസ് സ്ഥാപനം തന്നെ വേണമെന്നില്ല, എന്ത് സ്ഥാപനമായാലും അത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ഒരു റിയൽ നാച്ചുറൽ പേഴ്സൺ അല്ല. അപ്പോൾ ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് അക്കൗണ്ട്. 3 C പോയിൻ്റ്, ഇതാണ് കുട്ടികളെ ഏറ്റവും തെറ്റിക്കുന്നതും ഏറ്റവും ശ്രദ്ധയില്ലായ്മ വരുന്നതും ഈ തേർഡ് കേസാണ്. C പോയിൻ്റ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് അക്കൗണ്ട്. റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ അക്കൗണ്ട് എന്ന് പറയുന്നത് an account indirectly representing a person or persons ഈസ് നോൺ ആസ് എ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് അക്കൗണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ടാണ് സൂചിപ്പിക്കുള്ളൂ, ഡയറക്റ്റ് ആയിട്ടില്ല. എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അക്കൗണ്ട്. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്? പണം കൊടുക്കാനുള്ളത്, റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ്, അതുപോലെ തന്നെ എന്താണ് സാലറി ഔട്ട്സ്റ്റാൻഡിങ്. ഇതൊക്കെ എന്താണ്? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് അക്കൗണ്ടാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കൊടുത്തു എക്സ്പെൻസ്, അതൊക്കെ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകംസ് അക്കൗണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ഇൻകം ആർ എക്സാമ്പിൾസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. നമുക്ക് പല കുട്ടികളും ഡിഗ്രിയൊക്കെ ഫൈനൽ ഇയർ ആകുമ്പോൾ അവരോട് ചോദിക്കുകയാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്ന അക്കൗണ്ട് ഏത് ടൈപ്പ് അക്കൗണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾക്ക് തെറ്റ് വരാറുണ്ട്. സാധാരണ അവർക്ക് തെറ്റ് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള അക്കൗണ്ടുകളൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റ അടിക്ക് ഇത് ആലോചിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പേരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകൾ മാത്രമേ അവിടെ വരുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. അതേസമയം ഔട്ട്സ്റ്റാൻഡിങ് സാലറി, അതുപോലെ തന്നെ എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒക്കെ വരുന്നത് എവിടെയാണ്? അത് റെപ്രസെൻറ്റേറ്റീവ് എന്താണ് പേഴ്സൺസ് അക്കൗണ്ട് എന്നുള്ള രീതിയിൽ അത് എന്ത് അക്കൗണ്ടാണ്? അത് പേഴ്സണൽ അക്കൗണ്ടാണ്. മൂന്നാമത്തെ പോയിൻ്റ് നമുക്ക് പറയാം, നോമിനൽ അക്കൗണ്ട്സ്. അക്കൗണ്ടിങ് റിലേറ്റിംഗ് ടു ഇൻകം, റവന്യൂ, ഗെയിൻ, എക്സ്പെൻസസ്, ലോസസ് ആർ കോൾഡ് നോമിനൽ അക്കൗണ്ട്. ദീസ് ആർ ഓൾസോ നോൺ ആസ് ഫിക്റ്റീഷ്യസ് അക്കൗണ്ട്. ഈ നോമിനൽ അക്കൗണ്ടിനെ ഫിക്റ്റീഷ്യസ് അക്കൗണ്ട് എന്ന് കൂടി പറയും. എന്ത് അക്കൗണ്ടൊക്കെ അത് നോക്കാം നമുക്ക്. എക്സാമ്പിളായിട്ട് റെൻ്റ് അക്കൗണ്ട്, സാലറീസ് അക്കൗണ്ട്, വേജസ് അക്കൗണ്ട്, ഡിസ്കൗണ്ട് അക്കൗണ്ട്, റിയലൈസേഷൻ അക്കൗണ്ട്, അങ്ങനെയുള്ള എല്ലാ അക്കൗണ്ടുകളെയും നമുക്ക് എന്തായിട്ട് പറയാം? നോമിനൽ അക്കൗണ്ട് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. അക്കൗണ്ട്സ് ആർ ഡിവൈഡഡ് ഇൻ ടു, അല്ലെങ്കിൽ മെയിൻലി ഡിവൈഡഡ് ഇൻ ടു 3. ദാറ്റ് ഈസ് റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട് അല്ലേ? റിയൽ അക്കൗണ്ട് ഈസ് ദ അക്കൗണ്ട് ബേസ്ഡ് ഓൺ എന്താണ്? പ്രോപ്പർട്ടീസ് ആൻഡ് അസറ്റ്സ് ഓഫ് ദ ഫേം. റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെ അസറ്റ്സും പ്രോപ്പർട്ടീസൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകളെയാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട്, ദി അക്കൗണ്ട് ഈസ് അഗെയിൻ സബ്ഡിവൈഡഡ് ഇൻ ടു 3. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ പേഴ്സൺസ് അക്കൗണ്ട്. നമ്മുടെ സാധാരണ മനുഷ്യരുടെ പേരിലുള്ള അക്കൗണ്ടിനെ നാച്ചുറൽ പേഴ്സൺസ് അക്കൗണ്ട് എന്ന് പറയും. ബി പോയിൻ്റ് ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് അക്കൗണ്ട്. അതായത് മറ്റ് സ്ഥാപനങ്ങളുടെയോ കമ്പനികളുടെയോ യൂണിവേഴ്സിറ്റികളുടെയോ കോളേജുകളുടെയോ, അതായത് സ്ഥാപനങ്ങളുടെ പേരിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള വ്യക്തികളുടെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ടുകളെ നമുക്ക് എന്തായിട്ട് പറയാം? ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് അക്കൗണ്ട് എന്ന് പറയുന്നു. തേർഡ് C പോയിൻ്റ് എന്താണ്? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് അക്കൗണ്ട്. റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് അക്കൗണ്ട് കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അവിടെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകംസ്, അങ്ങനെയുള്ള ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഉള്ള ഐറ്റംസ്, അതായത് സ്റ്റിൽ ടു പേ അല്ലെങ്കിൽ സ്റ്റിൽ ടു റിസീവബിൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എവിടെ വരുന്നത്? ഈ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഈ പേര് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാത്തൊരു ടൈപ്പ് അക്കൗണ്ട് എന്ത് മാത്രമേ ഉള്ളൂ? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ പോയിൻ്റ് നോമിനൽ അക്കൗണ്ട്സ്. നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അക്കൗണ്ട്സ് റിലേറ്റഡ് ടു ഇൻകം, റവന്യൂ, ഗെയിൻ, ലോസ്, എക്സ്പെൻസസ് എക്സെട്ര.
മനസ്സിലായല്ലോ? അവരെയാണ് നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന അത്തരം അക്കൗണ്ടുകളെ. അതിന് പറയുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്, എന്താണ്? ഫിക്റ്റീഷ്യസ് അക്കൗണ്ട്. ഇതൊന്നും ഫിക്റ്റീഷ്യസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് വിലയില്ലാത്ത അസറ്റ് എന്നുള്ള രീതിയിലല്ല കേട്ടോ, അത് നോമിനലാണ്, നാമമാത്രമായിട്ടുള്ള അക്കൗണ്ട്, ആ പേരുമായിട്ട് ബന്ധപ്പെട്ട് അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അക്കൗണ്ട് ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷനാണ് കോമൺ ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷനാണ് കോമൺ ക്ലാസിഫിക്കേഷൻ. മാത്രമല്ല ഈ ക്ലാസിഫിക്കേഷനാണ് അതിൻ്റെ ഗോൾഡൻ റൂൾ ഓഫ് എന്താണ്? ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, അല്ലെങ്കിൽ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ എന്താണ് അക്കൗണ്ടുകൾ നോക്കുമ്പോൾ ഈ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമുക്കിവിടെ നോക്കാം. ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് കുട്ടികൾ ഒന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്യണം ഏതൊക്കെ ടൈപ്പ് അക്കൗണ്ടുകളാണെന്നും അതിൻ്റെ റീസൺ എന്താണെന്നുമാണ് നോക്കേണ്ടത്. ഞാൻ വായിക്കാം, കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക. ക്ലാസിഫൈ ദ ഫോളോയിങ് അക്കൗണ്ട്സ് ഇൻ ടു പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. താഴെ പറയുന്ന ഐറ്റംസിനൊക്കെ പേഴ്സണൽ അക്കൗണ്ട് എന്നോ റിയൽ അക്കൗണ്ട് എന്നോ നോമിനൽ അക്കൗണ്ട് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. അതിലൊന്നാമത്തെ ബിൽഡിംഗ് അക്കൗണ്ട് അല്ലേ? ഒന്നാമത്തെ ബിൽഡിംഗ് അക്കൗണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ബിൽഡിംഗ് അക്കൗണ്ട് എന്താണ്? ബിൽഡിംഗ് റിയൽ അക്കൗണ്ടാണ് അല്ലേ? അസറ്റാണ്. ബിൽഡിംഗ് എന്ന് പറയുന്ന അസറ്റാണ്, അപ്പോൾ അത് റിയൽ അക്കൗണ്ടിലാണ് വരിക അല്ലേ? അപ്പോൾ ഇവിടെ താഴെ എഴുതിയിട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കുക. സീരിയൽ നമ്പർ ഉണ്ട്, നെയിം ഓഫ് അക്കൗണ്ട് ഉണ്ട്, ടൈപ്പ് ഉണ്ട്, റീസൺ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ അതിലേക്ക് ഓരോ ഐറ്റം പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി, പ്രോബ്ലത്തിലേക്ക് പോകണ്ട. അവസാനം കുട്ടികൾ ഒന്നുകൂടി ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഐറ്റം ബിൽഡിംഗ് ആണ്. ബിൽഡിംഗ് എന്ന് പറയുന്ന അസറ്റാണ്. അപ്പോൾ റീസൺ അസറ്റാണ്. അപ്പോൾ ടൈപ്പ് ഏതാണ് വരിക? റിയൽ അക്കൗണ്ടാണ് അല്ലേ? 2 സാലറീസ് അക്കൗണ്ടാണ്. സാലറീസ് അക്കൗണ്ട് നോർമൽ സാലറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് നോമിനൽ അക്കൗണ്ടിൻ്റെ ഭാഗമാണ്. അത് നോമിനൽ അക്കൗണ്ടിൻ്റെ ഭാഗമാവാൻ കാരണം അത് എക്സ്പെൻസാണ് അല്ലേ? അടുത്ത മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്? മെഷീനറി അക്കൗണ്ടാണ്. മെഷീനറി അക്കൗണ്ട് എന്ന് പറയുന്ന അസറ്റാണ്. അപ്പോൾ അത് റിയൽ അക്കൗണ്ടാണ്. അപ്പോൾ അത് അസറ്റ് ആയതുകൊണ്ടാണ് റിയൽ അക്കൗണ്ട് ആയത്. കനറ ബാങ്ക് അക്കൗണ്ട്. കനറ ബാങ്ക് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. അപ്പോൾ അത് പേഴ്സണൽ അക്കൗണ്ടാണ്. ശിവാസ് അക്കൗണ്ട്. ശിവ നാച്ചുറൽ പേഴ്സണാണ്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട്. കേരേജ് അക്കൗണ്ട്. കേരേജ് അക്കൗണ്ട്, കേരേജ് എന്ന് പറയുന്നൊരു എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് നോമിനൽ അക്കൗണ്ട്. വേജസ് അക്കൗണ്ട്. വേജസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്, നോമിനൽ അക്കൗണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് അക്കൗണ്ട്. അവിടെ ശ്രദ്ധിക്കുക കുട്ടികൾ അല്ലേ? വേജസ് അക്കൗണ്ട് പോലെയല്ല ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറയുന്നത് എന്താ? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണലാണ് അല്ലേ? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് കൊടുക്കാൻ ബാക്കി നിൽക്കുന്ന കുറച്ച് ആളുകൾക്ക് വേജസ് കൊടുക്കാൻ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനെല്ലാം തന്നെ വേജസ് കൊടുക്കാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതൊരു പേഴ്സണലാണ്. 9 പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് എന്താണ്? പർച്ചേസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പർച്ചേസ് ആകുമ്പോൾ 2 രീതിയിലുണ്ട്. അതായത് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അസറ്റ് പർച്ചേസ് ചെയ്യാം. ഇതെന്താണ്? അസറ്റ് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സ് ആണല്ലോ. ഗുഡ്സ് നമ്മുടെ സ്റ്റോക്കായിട്ടാണ് വരിക. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സ്റ്റോക്കായിട്ട് പരിഗണിക്കാം. അപ്പോൾ അത് എന്താവാം? അത് എക്സ്പെൻസ് ആയിട്ടും ട്രീറ്റ് ചെയ്യാം, അസറ്റായിട്ടും ട്രീറ്റ് ചെയ്യാം, റിയലായിട്ടും ട്രീറ്റ് ചെയ്യാം, നോമിനലായിട്ടും ട്രീറ്റ് ചെയ്യാം, കുഴപ്പമില്ല. അടുത്ത സെയിൽസ് അക്കൗണ്ട്. സെയിൽസ് അതുപോലെ തന്നെ. സെയിൽസ് എന്താണ്? അസറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സെയിൽസ് ഇൻകവുമാണ് അല്ലേ? അപ്പോൾ അത് അസറ്റും ഇൻകവുമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ട്രീറ്റ് ചെയ്യാം. അടുത്തത് 11th പോയിൻ്റ് ക്യാഷ് അക്കൗണ്ട്. അടുത്തത് 11ാമത്തെ പോയിൻ്റ് ക്യാഷ് അക്കൗണ്ട് റിയലാണ്, അസറ്റാണ്, അപ്പോൾ റിയലാണ്. സ്റ്റോക്ക് അക്കൗണ്ട് അസറ്റാണ്, റിയലാണ്. ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് പേഴ്സണലാണ്. കാരണം എന്താ? ഓണറുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്യാപിറ്റൽ അല്ല, അപ്പോൾ അത് പേഴ്സണൽ അക്കൗണ്ടാണ്. ഡ്രോയിങ്സ് അക്കൗണ്ട് വിഡ്രോവലാണ്, ഓണറായിട്ട് ബന്ധപ്പെട്ടാണ്, പേഴ്സണലാണ്. നിർമ്മൽസ് അക്കൗണ്ട് പേര് പറഞ്ഞു, പേഴ്സണലാണ്, നാച്ചുറൽ പേഴ്സണാണ്. മലബാർ ലിമിറ്റഡ് ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്, പേഴ്സണലാണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻകമാണ്, നോമിനലാണ്. കമ്മീഷൻ റിസീവബിൾ കമ്മീഷൻ റിസീവബിൾ ആണ്, കുട്ടികൾ ശ്രദ്ധിക്കുക. കമ്മീഷൻ റിസീവബിൾ എന്ന് പറഞ്ഞാൽ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കിട്ടിയിട്ടില്ല, കിട്ടാനുണ്ട്. അപ്പോൾ എന്താണ്? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണലാണ്, അത് പേഴ്സണൽ അക്കൗണ്ടാണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷനാണ്. എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം, രണ്ടായാലും നോമിനലാണ്. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ്, അത് എന്താണ്? കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അവിടെ ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്, അത് പേഴ്സണൽ അക്കൗണ്ടാണ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് കണ്ടോ, പ്രീപെയ്ഡ് വന്നാൽ എന്താണ്?
അത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണലാണ്, അതുകൊണ്ട് പേഴ്സണൽ അക്കൗണ്ടാണ്. ഫർണിച്ചർ അക്കൗണ്ട് അത് അസറ്റാണ്, റിയൽ അക്കൗണ്ടാണ്. ലോൺ അക്കൗണ്ട് ലയബിലിറ്റിയാണ്, പേഴ്സണൽ അക്കൗണ്ടാണ്. അല്ലേ, ലോൺ അക്കൗണ്ട് ലയബിലിറ്റിയാണ്, അപ്പോൾ ഒരു പേരുണ്ടാവും അല്ലേ. അസറ്റ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ പേരുണ്ടാവും, ദാറ്റ് ഈസ് പേഴ്സണൽ അക്കൗണ്ട്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഇന്ന ആൾക്കാണ് കൊടുക്കാനുള്ളത്, അതുകൊണ്ടാണത് പേഴ്സണൽ എന്ന് പറയുന്നത്, ലയബിലിറ്റി ആയതുകൊണ്ട് പേഴ്സണൽ. ട്രേഡ് മാർക്ക് അക്കൗണ്ട് അത് അസറ്റാണ്, റിയൽ. ഡിവിഡൻഡ് റിസീവ്ഡ് അക്കൗണ്ട് ഇൻകമാണ്, നോമിനൽ. ബിൽ റിസീവബിൾ അക്കൗണ്ട്, ബിൽ റിസീവബിൾ എന്ന് പറയുന്ന അസറ്റാണ് കേട്ടോ, ബിൽ റിസീവബിൾ എന്ന് പറയുന്ന അസറ്റാണ്, അപ്പോൾ റിയൽ അക്കൗണ്ടായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. കുട്ടികൾ ഇതൊന്നുകൂടി ശ്രദ്ധിച്ച് പഠിക്കണം. കാരണം എന്തെങ്കിലും ഒരു എന്താ പറയുക കാര്യത്തിൽ നമുക്ക് അറിയാത്തവരുണ്ടെങ്കിൽ, അതായത് ഇത് ഓൾറെഡി എല്ലാവരും പഠിച്ചു കഴിഞ്ഞതാണ്, ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആകെ എനിക്ക് തോന്നുന്നു അറിയാത്തവർ ചിലപ്പോൾ അതർ സ്ട്രീം ഉണ്ടെങ്കിൽ ആ കുട്ടികൾ മാത്രമാണ് അറിയാത്തവരുണ്ടാവുക. എന്തായാലും ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ കുട്ടികൾ ചോദിക്കണം. ആരെങ്കിലും ഇതിൽ എന്താണ് അത്ര എഫിഷ്യൻ്റ് അല്ല എന്ന് തോന്നുകയാണ്, ഈ ഏരിയയിൽ അത്ര അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് ഒന്നുകൂടി പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റൂൾസ് ഓഫ് അക്കൗണ്ടിങ്, റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. റൂൾസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്റ്റ്, ദാറ്റ് ഈസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്, ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും. അപ്പോൾ ഇവിടെ ഈ എന്ത് ഡെബിറ്റ് ചെയ്യണം എന്ത് ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതിന് ചില റൂൾസ് ഉണ്ട്. ആ റൂളിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്, റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ഓർ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു റൂളുണ്ട്. ആ റൂളിനെയാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇനി there are two approaches for finding debit and credit aspects of transactions. ഇതിൽ ഡെബിറ്റും ക്രെഡിറ്റും തീരുമാനിക്കുന്നതിന്, അല്ലെങ്കിൽ ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും റൂള് നമ്മൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് രണ്ട് അപ്രോച്ചസ് ഉണ്ട്. വൺ ഈസ് ഇംഗ്ലീഷ് അപ്രോച്ച് ആൻഡ് ദ അതർ ഈസ് അമേരിക്കൻ അപ്രോച്ച്. ഒന്നാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അപ്രോച്ചാണ്, അതർ അപ്രോച്ച് എന്ന് പറയുന്നത് അമേരിക്കൻ അപ്രോച്ചാണ്. അപ്പോൾ കുട്ടികളെ ഇവിടെ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പറഞ്ഞത്. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും രണ്ട് വശമുണ്ട്, രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ആ രണ്ട് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഡെബിറ്റും ഒന്ന് ക്രെഡിറ്റുമാണ്. ആ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നതിന് ചില റൂൾസ് ഉണ്ട്. ആ റൂൾസ് രണ്ട് അപ്രോച്ചിൽ നമുക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ രണ്ട് അപ്രോച്ചിലുണ്ട് നമുക്ക് പഠിക്കാനുണ്ടെന്നല്ല. ദർ ആർ മെയിൻലി ടു അപ്രോച്ച് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. രണ്ട് അപ്രോച്ച് സ്വീകരിക്കാറുണ്ട് എന്തിന്, ഡെബിറ്റും ക്രെഡിറ്റിൻ്റെയും റൂളിന് അല്ലേ. അത് ഒന്ന് ഇംഗ്ലീഷ് അപ്രോച്ചും മറ്റൊന്ന് അമേരിക്കൻ അപ്രോച്ചാണ്. അപ്പോൾ ഇനി എന്താണ് ഇംഗ്ലീഷ് അപ്രോച്ച് എന്ന് നോക്കാം നമുക്ക്. ആദ്യം രണ്ട് അപ്രോച്ചിലുണ്ട്. അതിൽ ഫസ്റ്റ് അപ്രോച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന, ആദ്യം മുതൽ ഉപയോഗിക്കുന്ന അപ്രോച്ച് ഇംഗ്ലീഷ് അപ്രോച്ചാണ്. അതെന്താണെന്ന് നോക്കാം. മനസ്സിലായല്ലോ. അണ്ടർ ദിസ് അപ്രോച്ച് ഓൾ അക്കൗണ്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3, ദാറ്റ് ഈസ് റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. ഈ അപ്രോച്ചിൽ എല്ലാ അക്കൗണ്ടുകളെയും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പോലെ 3 പ്രധാനപ്പെട്ട കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് എന്താണ്, റിയൽ അക്കൗണ്ട്, 2 പേഴ്സണൽ അക്കൗണ്ട്, 3 നോമിനൽ അക്കൗണ്ട്. അതുകൊണ്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ഇൻ ടു റിയൽ, പേഴ്സണൽ ആൻഡ് നോമിനൽ, ദെൻ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ട്രഡീഷണൽ അപ്രോച്ച്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള എന്താണ്, അക്കൗണ്ട്സിൻ്റെ ഡിവിഷൻ ഏതൊക്കെയാണ്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ടൊക്കെ പഠിച്ചിട്ടുള്ള കാരണം കൊണ്ട് ഇവിടെ ആ രീതിയിലാണ് ബേസിക്കായിട്ട് അക്കൗണ്ടുകളെ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടും ഇതിനെ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് കൂടി പറയുന്നു, ഇംഗ്ലീഷ് അപ്രോച്ചിന്. മനസ്സിലായല്ലോ. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻ നോക്കാം. ദർ ആർ സെപ്പറേറ്റ് റൂൾസ് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് അക്കൗണ്ട്. അതായത്
അക്കൗണ്ടുകളെ ആദ്യം തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു, റിയൽ, പേഴ്സണൽ, നോമിനൽ. ഇനി പറയുന്നത് എന്താ, ഓരോ അക്കൗണ്ടിനും ഓരോ റൂളാണ്. ഓരോ അക്കൗണ്ടിനും ഓരോ റൂൾ എന്ന് പറയുമ്പോൾ റിയൽ അക്കൗണ്ടിന് റൂൾ ഉണ്ടാവും, പേഴ്സണൽ അക്കൗണ്ടിന് റൂൾ ഉണ്ടാവും, ഇതിനെന്താണ് നോമിനൽ അക്കൗണ്ടിന് വേറെ ഒരു റൂൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ നോക്കാം, റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ നോക്കാം. ഇൻ കേസ് ഓഫ് റിയൽ അക്കൗണ്ട്, വാട്ട് കംസ് ഇൻ ദ ബിസിനസ്. വാട്ട് കംസ് ഇൻ ദ ബിസിനസ് എന്ന് പറഞ്ഞാൽ റിയൽ അക്കൗണ്ടിൽ എന്താ ബിസിനസ്സിലേക്ക് വരിക, അസറ്റ്. ഈസ് ഡെബിറ്റഡ്, വരുന്നത് ഡെബിറ്റ് ചെയ്യുക. ആൻഡ് വാട്ട് ഗോസ് ഔട്ട്, അസറ്റ് ഗോൺ, ഈസ് ക്രെഡിറ്റഡ്. മനസ്സിലായല്ലോ. ഇവിടെ റിയൽ അക്കൗണ്ടിൽ നമുക്കറിയാലോ, റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റാണല്ലോ, അല്ലെങ്കിൽ അസറ്റും പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ റിയൽ അക്കൗണ്ടിൽ വരുള്ളൂ. ഇതിൽ വരുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക, പോകുന്നതൊക്കെ ക്രെഡിറ്റ് ചെയ്യുക. എന്താ ഡെബിറ്റ് എന്താ ക്രെഡിറ്റ് എന്ന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം കേട്ടോ. കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഒരേ ആസ്പെക്റ്റ് ഡെബിറ്റും ഒരേ ആസ്പെക്റ്റ് ക്രെഡിറ്റുമാണ്. അപ്പോൾ ഏതാണ് ഡെബിറ്റ് വരിക, റിയൽ അക്കൗണ്ടിനെ സംബന്ധിച്ച് അസറ്റ് വരുന്നത് ഡെബിറ്റും അസറ്റ് പോകുന്നത് ക്രെഡിറ്റും അല്ലേ. അതിനെ ഷോർട്ടാക്കി നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി താഴെ പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. എന്താണ്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അല്ലേ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ അല്ലെങ്കിൽ ഡെബിറ്റ് വാട്ട് കമ്മിങ് ഇൻ, ഇങ്ങോട്ട് വരുന്നത് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ആൻഡ് ഡെബിറ്റ് വാട്ട് ഗോയിങ് ഔട്ട്, പുറത്തേക്ക് പോകുന്നത് നമ്മൾ എന്ത് ചെയ്യുക, അത് ക്രെഡിറ്റ് ചെയ്യുക. സോറി, ഞാൻ ഡെബിറ്റ് എന്നാണ് പറഞ്ഞത്, ഒന്നുകൂടി പറയാം. ഡെബിറ്റ് വാട്ട് ഈസ് കമ്മിങ് ഇൻ, അതായത് നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഡെബിറ്റ് ചെയ്യുക. ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഈസ് ഗോയിങ് ഔട്ട്, പുറത്തേക്ക് പോകുന്നതിനെ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ അങ്ങനെയും പറയാം, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അല്ലേ. ഇങ്ങോട്ട് വരുന്നതിനെ ഡെബിറ്റ് ചെയ്യുക, പുറത്തേക്ക് പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യുക. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്ത പേഴ്സണൽ അക്കൗണ്ടാണ്. ഇൻ കേസ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട്, ഹൂ റിസീവ്സ് ദ ബെനിഫിറ്റ് അല്ലേ. പേഴ്സണൽ അക്കൗണ്ടിൽ ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ, അത് എങ്ങനെയാവാം, നാച്ചുറൽ ആവാം, ആർട്ടിഫിഷ്യൽ ആവാം, റെപ്രസെൻറ്റേറ്റീവ് ആവാം അല്ലേ. 3 കാറ്റഗറി ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു. അതായത് നാച്ചുറൽ പേഴ്സൺ ഉണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഉണ്ട്, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ ഉണ്ട്. അപ്പോൾ 3 കേസിലായാലും ദർ ഇസ് എ പേഴ്സൺ അല്ലേ. അപ്പോൾ അവിടെ എന്ത് പറയുന്നു, ഇൻ കേസ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട്, ഹൂ റിസീവ്സ് ദ ബെനിഫിറ്റ് ഈസ് ഡെബിറ്റഡ് ആൻഡ് ഹൂ ഗീവ്സ് ദ ബെനിഫിറ്റ് ഈസ് ക്രെഡിറ്റഡ്. ബെനിഫിറ്റ് റിസീവ് ചെയ്യുന്ന ആളെ ഡെബിറ്റ് ചെയ്യുന്നു, ആൻഡ് ബെനിഫിറ്റ് പേ ചെയ്യുന്ന ദ പേഴ്സൺ ഹൂ ഗീവ്സ് ദ ബെനിഫിറ്റ് ഈസ് ക്രെഡിറ്റഡ്. ആ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. മനസ്സിലായല്ലോ. ഒന്നുകൂടി പറയാം, പേഴ്സണൽ അക്കൗണ്ടിൽ ഒന്നുകൂടി പറയാം. ഇൻ കേസ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട്, ഹൂ റിസീവ്സ് ദ ബെനിഫിറ്റ് ഈസ് ഡെബിറ്റഡ് ആൻഡ് ഹൂ ഗീവ്സ് ദ ബെനിഫിറ്റ് ഈസ് ക്രെഡിറ്റഡ് അല്ലേ. ആർക്കാണോ റിസീവ് ചെയ്യുന്നത് അയാളെ ഡെബിറ്റ് ചെയ്യുന്നു, ആരാണോ കൊടുക്കുന്നത് അയാളെ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. ഇൻ ഷോർട്ട്, അതിനും ഷോർട്ടാക്കിയിട്ടുണ്ട്, ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഡെബിറ്റ് ദ റിസീവർ, കിട്ടുന്ന ആളെ ഡെബിറ്റ് ചെയ്യുന്നു, ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ, കൊടുക്കുന്ന ആളെ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. അതും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് നമുക്കറിയാലോ, ഒരു വലിയ വിഭാഗം വരുന്നതാണ്. അതായത് എക്സ്പെൻസ്, ലോസസ്, ഇൻകംസ്, ഗെയിൻസ്, പ്രോഫിറ്റ് ഒക്കെ വരുന്നത് അവിടെയാണ് അല്ലേ. അപ്പോൾ അവിടെ എന്താ നോക്കാം നമുക്ക്. അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് ഓഫ് നോമിനൽ അക്കൗണ്ട്, ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആർ ഡെബിറ്റഡ്. ഒരേ നേച്ചറിലാണല്ലോ അത്. എക്സ്പെൻസും ലോസസൊക്കെ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ഇൻകംസും ഗെയിൻസും ഒക്കെ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. സംഗതി കഴിഞ്ഞു അല്ലേ. വളരെ വിശാലമായിരുന്നതിനെ 2 കാറ്റഗറിയായിട്ട് ഡിവൈഡ് ചെയ്തു. എക്സ്പെൻസ് ചിലവ്, ലോസ് നഷ്ടം, രണ്ടും ഒരേ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇതൊക്കെ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, ഇൻകംസ് വരുമാനം, ഗെയിൻസ് അതും എന്ത് ചെയ്യുക, ഒരേ കാറ്റഗറിയാണ്, അത് ക്രെഡിറ്റ് ചെയ്യുക. അതിനെ ഷോർട്ട് ചെയ്തിരിക്കുന്നു ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇതാണ് അതിനെ ഷോർട്ടൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ റൂളിനെ ഈ ടൈപ്പ് ഓഫ് ഈ ഇംഗ്ലീഷ് അപ്രോച്ച് ഓഫ് എന്താണ്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിനെ നമ്മൾ സാധാരണ അല്ലെങ്കിൽ അതിനറിയപ്പെടുന്നത് ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്നാണ്. മനസ്സിലായല്ലോ. കാരണം അത്രയും ആളുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള അപ്രോച്ച് ആയതുകൊണ്ട് ഈ ഭാഗത്തിന് നമ്മൾ
ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഇതിനെ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാം. അക്കൗണ്ടിങ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ദർ ആർ മെയിൻലി ടു അപ്രോച്ചസ് ടു എക്സ്പ്ലെയിൻ ഓർ ടു റെക്കോർഡ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. The first one is English approach and the second one is American approach. In English approach, the accounts are basically divided into three, that is real account, personal account and nominal account. Then this account is called as, this system is called as, or this approach is called as traditional approach. ഇങ്ങനെ എന്താണ് നമുക്ക് പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, അതുപോലെ തന്നെ എന്താണ് റിയൽ അക്കൗണ്ട് എന്നുള്ള ട്രഡീഷണലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ഈ അക്കൗണ്ടിനെ അല്ലെങ്കിൽ ഈ അപ്രോച്ചിനെ ട്രഡീഷണൽ അപ്രോച്ച് എന്നും പറയുന്നു. ഇനി എങ്ങനെയൊക്കെയാണ് നോക്കാം നമുക്ക്. In case of real account is related with assets and properties. അല്ലേ, assets and properties ആയിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് റിയൽ അക്കൗണ്ട്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. എന്താണോ വരുന്നത് അത് ഡെബിറ്റ് ചെയ്യുക, എന്താണോ പോകുന്നത് അത് ക്രെഡിറ്റ് ചെയ്യുക. അതവിടെ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി സെക്കൻഡ്, പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് ഈസ് ദ അക്കൗണ്ട് റിലേറ്റഡ് വിത്ത് പേഴ്സൺസ്. മനസ്സിലായല്ലോ. ദെൻ അതിൽ പറഞ്ഞിട്ടുള്ള എന്താ, ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ലഭിക്കുന്ന ആളെ, റിസീവ് ചെയ്യുന്ന ആളെ ഡെബിറ്റ് ചെയ്യുക, കൊടുക്കുന്ന ആളെ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. ദെൻ നോമിനൽ അക്കൗണ്ട്, ദ കേസ് ഓഫ് നോമിനൽ അക്കൗണ്ട്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇതാണ് റൂൾ എന്ന് പറയുന്നത്. ഇത് പൊതുവേ എന്താണ് ഇംഗ്ലീഷ് അപ്രോച്ച് എന്നറിയപ്പെടുന്നു, ട്രഡീഷണൽ അപ്രോച്ച് എന്ന് വിളിക്കുന്നു അക്കൗണ്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ കാരണം കൊണ്ട്. അതുകൂടാതെ ഇതിൻ്റെ അക്സെപ്റ്റബിലിറ്റി കാരണം കൊണ്ട്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കാരണം കൊണ്ട് ഇതിനെ ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്നുകൂടി പറയുന്നു. ഇനി നമുക്ക് അടുത്ത അപ്രോച്ചായിട്ടുള്ള അമേരിക്കൻ അപ്രോച്ചിലേക്ക് പോവാം. അക്കോർഡിംഗ് ടു അമേരിക്കൻ അപ്രോച്ച്, അക്കൗണ്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5 categories such as assets, liabilities, capital, expenses and incomes. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ അസറ്റിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന്. ആ കാറ്റഗറൈസേഷനാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇൻ ദ അമേരിക്കൻ അപ്രോച്ച്, accounts are divided into 5 categories, that is assets, liabilities, capital, expenses and incomes. This classification is also known as modern approach. ഈ ക്ലാസിഫിക്കേഷനെ മോഡേൺ അപ്രോച്ച് എന്ന് കൂടി പറയുന്നു. അല്ലെങ്കിൽ ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് നോൺ ആസ് മോഡേൺ അപ്രോച്ച്. ഇങ്ങനെ അക്കൗണ്ടുകളെ അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം എന്നൊക്കെ പറഞ്ഞ് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡിനെ, അതിന് നമുക്ക് എന്തായിട്ട് പറയാം, മോഡേൺ അപ്രോച്ച് എന്ന് പറയാം. മനസ്സിലായല്ലോ. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഡെബിറ്റ് ക്രെഡിറ്റ് റൂളെന്ന് നോക്കാം നമുക്ക്. ഓരോ അക്കൗണ്ടുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള റൂളാണ്. ആദ്യം നമുക്ക് അസറ്റ് എടുക്കാം. സ്മോളർ ട്രേ പോയിന്റിൽ അസറ്റ്. ഇഫ് ദർ ഈസ് ഇൻക്രീസ് ഇൻ അസറ്റ്, ദിസ് ഇൻക്രീസ് ഈസ് ഡെബിറ്റഡ് ഇൻ ദാറ്റ് അസറ്റ് അക്കൗണ്ട്. ഇഫ് ദർ ഈസ് ഡിക്രീസ് ഇൻ ആൻ അസറ്റ്, ദിസ് ഡിക്രീസ് ഇൻ അസറ്റ് ഈസ് ക്രെഡിറ്റഡ് ഇൻ ദാറ്റ് അസറ്റ് അക്കൗണ്ട്. ഇൻ ഷോർട്ട്, ഇൻക്രീസ് ഇൻ അസറ്റ് ഡെബിറ്റ്, ഡിക്രീസ് ഇൻ അസറ്റ് ക്രെഡിറ്റ്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു അസറ്റിൻ്റെ വാല്യൂ കൂടുമ്പോൾ അത് ഡെബിറ്റ് ചെയ്യാം, ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയുമ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യാം. അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നു, ഇൻക്രീസ് ഇൻ അസറ്റ് വരികയാണെങ്കിൽ ഡെബിറ്റ്, ഡിക്രീസ് ഇൻ അസറ്റ് വരികയാണെങ്കിൽ ക്രെഡിറ്റ്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. 1,00,000 രൂപയുടെ മെഷീനറി ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ മെഷീനറി അക്കൗണ്ടിൽ ഇപ്പോൾ എത്രയുണ്ട്, 1,00,000 രൂപയുടെ മെഷീനറി ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ഒരു 50,000 രൂപയുടെ മെഷീനറി കൂടി വാങ്ങി. അപ്പോൾ ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ മെഷീനറി അക്കൗണ്ടിൽ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. ഞാൻ ചിലപ്പോൾ പല സ്ട്രീമുള്ള കുട്ടികളുണ്ടായിരിക്കും, ചിലപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ഒന്നും അറിയണ്ടാവില്ല. വേണ്ട, അതൊന്നും അറിയണ്ട, നിങ്ങളിത് മാത്രം പറയുന്നു മാത്രം കേട്ടാൽ മതി. അസറ്റ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക. അസറ്റ് കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക.
വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരു അസറ്റിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ വെൻ അസറ്റ് ഇൻക്രീസസ് ഡെബിറ്റ് ഇറ്റ്, വെൻ അസറ്റ് ഡിക്രീസസ് ക്രെഡിറ്റ് ഇറ്റ്, അല്ലേ? അസറ്റ് കൂടുമ്പോൾ അത് ഡെബിറ്റ് ചെയ്യുക, കുറയുമ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യുക. സ്വാഭാവികമായിട്ടും ലയബിലിറ്റി എന്തായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആവുമല്ലോ, അല്ലേ? സ്വാഭാവികമായിട്ടും ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഓപ്പോസിറ്റാണ്, അല്ലേ? ഇനി നമുക്ക് ബി പോയിൻ്റ് നോക്കാം. ലയബിലിറ്റീസ്. വെൻ എ ലയബിലിറ്റി ഈസ് ഇൻക്രീസ്ഡ് ഇറ്റ് ഈസ് ക്രെഡിറ്റഡ്, ആൻഡ് വെൻ എ ലയബിലിറ്റി ഈസ് ഡിക്രീസ്ഡ് ഇറ്റ് ഈസ് ഡെബിറ്റഡ്. ഇൻ ഷോർട്ട്, ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ക്രെഡിറ്റ്, ഡിക്രീസ് ഇൻ ലയബിലിറ്റി ഡെബിറ്റ്, അല്ലേ? അപ്പോൾ നമ്മൾ അസറ്റ് പഠിച്ചു വെച്ചാൽ അതിൻ്റെ കൂടെ എന്തുകൂടി വന്നു? അസറ്റ് പഠിക്കാനൊന്നുമില്ല, ഓർമ്മ വെച്ചാൽ മതി, അല്ലേ? അത് ഓർമ്മ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കണ്ട് എന്ത് വന്നു? അതിൻ്റെ ഓപ്പോസിറ്റാണ് ലയബിലിറ്റി എന്ന് നമുക്ക് അറിയാം, മനസ്സിലാക്കാം. ലയബിലിറ്റി എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ക്യാപിറ്റൽ വരിക, അതിൽ യാതൊരു മാറ്റവുമില്ല, അല്ലേ? അടുത്ത ഐറ്റം ക്യാപിറ്റലാണ്. കുട്ടികൾ ക്യാപിറ്റൽ നോക്കുക. എന്താണ്? വെൻ ക്യാപിറ്റൽ ഈസ് ഇൻക്രീസ്ഡ് ഇറ്റ് ഈസ് ക്രെഡിറ്റഡ്, ആൻഡ് വെൻ ക്യാപിറ്റൽ ഈസ് റെഡ്യൂസ്ഡ് ഇറ്റ് ഈസ് ഡെബിറ്റഡ്. ഇൻ ഷോർട്ട്, ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ ക്രെഡിറ്റ്, ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ ഡെബിറ്റ്, അല്ലേ? അപ്പോൾ ലയബിലിറ്റിയും ക്യാപിറ്റലും ഒരേപോലെയാണ്. അപ്പോൾ എങ്ങനെ പഠിക്കണം? അസറ്റ് എന്താണോ ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ്, ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ്. അതിൻ്റെ ഓപ്പോസിറ്റ് ലയബിലിറ്റി എന്താണ്? ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ്, ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ്. ലയബിലിറ്റി പോലെ തന്നെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ്, ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ്. ദെൻ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്ത് ചെയ്യുക? അത് ഏതുപോലെ തന്നെയാണ്? അസറ്റ് പോലെ തന്നെയാണ്. എന്താണ്? ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഡെബിറ്റ്, ഡിക്രീസ് ഇൻ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ക്രെഡിറ്റ്. ഇൻക്രീസ് ഇൻ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഡെബിറ്റ്, ഡിക്രീസ് ഇൻ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ക്രെഡിറ്റ്. ഇനി ഈ പോയിൻ്റ് ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഏതുപോലെയാണ്? ലയബിലിറ്റി പോലെയാണ്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം എക്സ്പെൻസിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ എന്താണ്? ഇൻക്രീസ് ഇൻ ഇൻകംസ് ഓർ ഗെയിൻസ് ക്രെഡിറ്റ്, ഇൻക്രീസ് ഇൻ ഇൻകംസ് ഓർ ഗെയിൻ ക്രെഡിറ്റ്. അതേപോലെ തന്നെ ഡിക്രീസ് ഇൻ ഇൻകംസ് ഓർ ഗെയിൻ ഡെബിറ്റ്. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണ് ഇത് പഠിക്കാൻ. ഇനി ഒന്നുകൂടി സിമ്പിളാക്കി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അസറ്റും ഇൻകംസും ഗെയിൻസും, അല്ലെങ്കിൽ അസറ്റ്, ഇൻകം ആൻഡ് ഗെയിൻ, ഇതിനൊക്കെ ഒരേ റൂളാണ്. കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക, കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. അസറ്റും ഇൻകം എന്ന് പഠിച്ചാൽ മതി. ഇൻകംസ് ഓർ ഗെയിൻസ് ആണല്ലോ. അപ്പോൾ അസറ്റും ഇൻകം ഒക്കെ ഒരേ ഗണത്തിൽ പെടുന്നതാണ്, ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതാണ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. അടുത്തത് ലയബിലിറ്റീസ്, ക്യാപിറ്റൽ ആൻഡ് എക്സ്പെൻസസ്. ലയബിലിറ്റീസ്, ക്യാപിറ്റൽ ആൻഡ് എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റും ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റുമാണ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റും ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റും. അപ്പോൾ ഇത് മോഡേൺ അപ്രോച്ചാണ്, കുറച്ചുകൂടി ഈസിയാണ്, നമുക്ക് പഠിക്കാനും എളുപ്പമാണ്. പക്ഷേ നമ്മൾ ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ്, റിയൽ അക്കൗണ്ട്, അതുപോലെ തന്നെ നോമിനൽ അക്കൗണ്ടും, അതുപോലെ തന്നെ എന്താണ് അത്തരം ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡിവിഷൻ വന്ന കാരണം കൊണ്ട് തന്നെ ആ ടൈപ്പ് ഓഫ് ഗോൾഡൻ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ്, ഇംഗ്ലീഷ് അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അടുത്ത ഒരു ടേം എന്ന് പറയുന്നത് ഈ എങ്ങനെയാണ് ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് 2 ആസ്പെക്ട്സ് എങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഒന്നാമത്തെ സ്റ്റേജിൽ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ അതിൽ രണ്ട് ആസ്പെക്ട്സ് അതിലുണ്ടായിരിക്കും, ഡെബിറ്റും ക്രെഡിറ്റും. അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജേണലായിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻട്രി ആയിട്ട് അതിനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഇതിലിപ്പോൾ നമ്മളൊരു പുതിയ കാര്യം പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമ്മൾ പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അക്കൗണ്ടൻസി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച്. എല്ലാ കുട്ടികൾക്കും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ +1 ടീച്ചർമാർ ഒരുപാട് സമയമെടുത്ത് പഠിപ്പിച്ചിട്ടുള്ള ടോപ്പിക്കായിരിക്കും. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇത് ബേസാണ്, വളരെ ഹൃദയസ്ഥമായിട്ട് അറിയുന്ന കുട്ടികളായിരിക്കും. എങ്കിലും ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അതർ സ്ട്രീമിൽ നിന്ന് വന്ന കുട്ടികൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കുട്ടികൾ ചോദിക്കണം.
എന്നാൽ മാത്രമേ നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. എന്തായാലും ഞാൻ ഈ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.